അണക്കരയിൽ കുറേ 2-3 വർഷങ്ങൾക്ക് 3-4 വർഷങ്ങൾക്ക് മുമ്പുണ്ടായി വലിയൊരു മിറക്കിളുണ്ട്. രസകരമായൊരു വലിയൊരു ദൈവത്തിന് നന്ദി പറയാവുന്നവർക്കുള്ള അനേക സ്ഥലങ്ങൾ ഞാൻ പങ്കുവെച്ച അത് വിശ്വാസത്തിൻ്റെ പവറെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അച്ഛൻ ആവർത്തിക്കുക. അതായത് ഒരു വലിയ സംഭവിച്ചാൽ ഈ കാസർഗോഡ് പ്രദേശത്തു നിന്നൊരു മകള്, ആ മകൾ അണക്കരയിൽ ഒരു 9 ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ വരിക. ആ മകൾ നിയോഗം എന്നാ വെച്ച് കഴിഞ്ഞാൽ ആ മകൾക്ക് മക്കളില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും അതിന് മക്കളില്ല. അപ്പോൾ അതിൻ്റെ ഫലം കുറച്ച് ഒരിക്കൽ ഗർഭിണിയാകും, അത് ശേഷം അത് അബോട്ടായിപ്പോകും. അപ്പോൾ ആ കൂട്ടത്തിൽ മകൾ വരുമ്പോൾ മകൾക്ക് വേറൊരു നിയോഗം കൂടിയുണ്ട്. ഈ മകളുടെ 2 കൂട്ടുകാരികളുണ്ട്. 2 കൂട്ടുകാരികൾ, അവർക്കും മക്കളില്ല. ഒരാൾ 8 വർഷം വിവാഹം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ല. അല്ല മറ്റേ ആൾ എനിക്ക് തോന്നുന്നു 3-4 വർഷങ്ങളാണ്. അപ്പോൾ അവർക്ക് മക്കളില്ല. അപ്പം ഇങ്ങനെ വളരെ വേദനയിലാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മ വരുന്നത് ലക്ഷ്യം ഇതാണ്. ആ ആളുടെ സ്വന്തം ആൾക്ക് കുഞ്ഞില്ല, ആളുടെ കൂട്ടുകാരികളായ 2 കുഞ്ഞ്, ഒരാൾക്ക് 8 വർഷം, അപ്പോൾ മറ്റേ ആൾക്ക് 3-4 വർഷത്തിൻ്റെ. അപ്പോൾ പക്ഷേ മക്കളില്ലാത്ത, അപ്പോൾ ഈ ഒരു നിയോഗം വെച്ച് വരിക. 9 ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വരിക. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണം, കാസർഗോഡ് നിന്ന് അണക്കര അതിന് ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും ബസ് യാത്ര ചെയ്യണം. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ അവിടുന്ന് പോരും, അല്ല വെള്ളിയാഴ്ച വൈകിട്ട് പോരും, ശനിയാഴ്ച രാവിലെ വന്ന് ഇറങ്ങും, ശനിയാഴ്ച പകൽ മുഴുവൻ ധ്യാനം കൂടും, എന്നിട്ട് വൈകുന്നേരം വീണ്ടും വണ്ടി കയറും, ഞായറാഴ്ച രാവിലെ ഇവിടെ തരും. ശരിക്കും 3 ദിവസം കഷ്ടപ്പെടുക. അങ്ങനെ തുടർച്ചയായിട്ട് 9 ശനിയാഴ്ച നിയോഗമായിട്ട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. മകൾ പറയണം 9ാമത്തെ ശനിയാഴ്ച ആദ്യ ശനിയാഴ്ച എന്ന് വെച്ചു. അന്ന് ആരാധന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, മക്കളില്ലാത്ത 3 ദമ്പതികളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മകൾ ഒരു അച്ഛനെ വിളിച്ച് പറയുമ്പോൾ എൻ്റെ വയറിനകത്ത് ഒരു ഒറ്റ ചൂട്, തീ പിടിക്കുന്ന അനുഭവം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ചൂടുണ്ടാകുന്നത് പറഞ്ഞാണ്. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയി ആ ദിവസങ്ങളിൽ തന്നെ ഇവർ 3 പേരും ഗർഭിണികളായി. പ്രൈസ് ദി ലോർഡ്. ഒരേ നാളുകളിൽ 3 പേരും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തേ. അതിൻ്റെ കാരണം എൻ്റെ ഫെയ്ത്താണ്. പ്രൈസ് ദി ലോർഡ്. മരുന്നോ ഔഷധമോ അല്ല, എൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വചനത്തെ വിശ്വസിക്കുന്നവൻ, വചനത്തെ ഒരാൾ വിശ്വസിച്ചാൽ വചനം അവനെ സുഖപ്പെടുത്തും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആര് കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നു ആ വ്യക്തികളെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നവരാ. കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ വചനം. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 14:15 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. യോഹന്നാൻ 14:22-23 പറയും, എന്നെ സ്നേഹിക്കുന്നു എൻ്റെ കൽപ്പന പാലിക്കും. എൻ്റെ വചനം വിശ്വസിക്കും, എന്നെ വിശ്വസിക്കുന്നവൻ അത്ഭുതം അനുഭവിക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാൻ 11:40 വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം. വിശ്വസിച്ചാലേ കിട്ടും. ഈശോ ദൈവമാ, കർത്താവാ, ഇന്നും അവനുണ്ട്. തോന്നില്ല നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ എല്ലാം ഈശോയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഹീലിംഗ് ഒക്കെ നടക്കുന്നത്, ബന്ധനങ്ങൾ അഴിയുന്നത്. സാത്താൻ ആര് വിശ്വസിക്കുന്നു അവരിലേക്ക് കൃപ ഒഴുകിയിട്ട് അവൻ്റെ ബന്ധനം കെട്ടോ എന്താകട്ടെ, അവിടെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ആ ആൾ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം കൃപ ഒഴുകുക. ശ്രമപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ ഉച്ചത്തിൽ കൈയടിച്ച്. ഈശോയുടെ മക്കളെ ഒന്ന് കൈയടിച്ച് 2 കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണും. ഈ അനുഗ്രഹത്തിൻ്റെ കാരണം വിശ്വാസമാണ്. അവന് പറയാണ്, കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. കാരണം അവന് വിശ്വാസമുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം വിശ്വാസം. ഞാനൊരിക്കലും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വചനം കൊടുക്കുമ്പോൾ, ലോകം മുഴുവൻ കർത്താവ് എന്നെ കൊണ്ട് ഈ വചനം കൊടുപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞതിനുള്ള യാതൊരു അർഹതയും എനിക്കില്ല. ഒരു അർഹതയില്ല. പക്ഷേ എങ്ങനെ ഇവിടം വരെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒറ്റ കാര്യം എനിക്ക് പറയാൻ പറ്റും. 1995 പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം എൻ്റെ ഉള്ളിൽ ആത്മാവിൽ വചനത്തിലൂടെ ഉണ്ടാകുമ്പോൾ ഞാനങ്ങ് വിശ്വസിച്ചു. കണ്ണും പൂട്ടി കർത്താവിനെ അങ്ങ് വിശ്വസിച്ചു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അന്നൊരു മനുഷ്യൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ ഞാൻ ഇടവപ്പള്ളി ഇരിക്കുമ്പോൾ ആളവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു സഹോദരൻ, ഒരു അൽമായ സഹോദരൻ ഇങ്ങനെ വെറുതെ എന്നോട് പറയാ, അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ എനിക്ക് ക്ലാസ് എടുക്കുന്നതും ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛൻ്റെ മുമ്പിൽ വചനം കേട്ടുകൊണ്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു, വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത്, ഞാൻ കർത്താവിന് അസാധ്യത വിശ്വസിക്കുന്നു. ഞാനൊരു ഇടവകയുടെ കൊച്ചച്ഛനായിട്ടിരിക്കുമ്പോഴാണ് ഒന്നും വിശ്വസിച്ചു. പക്ഷേ ഇന്ന് ഈ പറഞ്ഞ പോലെ നിന്നോട് വലിയൊരു ജനതയെ ഞാൻ അനുഗ്രഹിക്കുന്നു പറയുമ്പോൾ ആര് വിശ്വസിക്കുന്നു അവനിലൂടെ ദൈവം സഭയെ, ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം. വിശ്വസിക്കുന്നവനെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. വിശ്വസിക്കുന്നവനെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, കൃപയാക്കി മാറ്റും. ഈ ദേശത്തുള്ള കുടുംബങ്ങളിലെ മുഴുവൻ ആളുകളും നിങ്ങൾ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിക്കുക, അവൻ്റെ വചനങ്ങളെ സഭയെ വിശ്വസിക്കുക, അവൻ്റെ മൗതിക ശരീരമായ തിരുസഭയെ വിശ്വസിക്കുക, ദിവ്യബലിയിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കുന്നു പറഞ്ഞല്ല, അതൊരു ഹൃദയത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണത്. വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്, മാറും, അവൻ മാറിയിരിക്കും. വിശ്വസിക്കാത്തവൻ്റെ ജീവിതം മാറാമെന്ന് പറയാം, പക്ഷെ മാറിയേലവൻ. അവൻ നാളെ കഴിഞ്ഞ് വിശ്വസിക്കും. അവന് നമ്മുടെ നിർബന്ധം കൊണ്ട് മാറ്റുന്നതാണ്. പക്ഷേ വിശ്വാസത്തിൻ്റെ കൃപയിലൂടെ നീ യേശു, അതാണ് ശരിക്കും മാനസാന്തരം വെച്ചാൽ ഒരാളെ മാറ്റുന്നതല്ല. നമുക്കൊരാളെ ആരും പഠിക്കുന്ന ഒരാളെ അച്ഛന് മാനസാന്തരപ്പെടുത്താറൊന്നും പറ്റത്തില്ല, ആർക്കും മാനസാന്തരം. പക്ഷേ ആ വ്യക്തി ഈശോയിൽ വിശ്വസിച്ച് ചെയ്യുമ്പോൾ കൃപ അവനിലേക്ക് ഒഴുകപ്പെട്ടിട്ട് അവനങ്ങ് മാനസാന്തരപ്പെടും. അങ്ങനെയുള്ള മാനസാന്തരം നിലനിൽക്കുന്ന മാനസാന്തരമായിരിക്കും. പ്രസലോഷ് അത് ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ മാനസാന്തരമല്ല. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് മാനസാന്തരങ്ങൾ കർത്താവിൻ്റെ വലിയ കരുണയാൽ അണക്കരയിൽ കർത്താവ് നൽകിയിട്ടുണ്ട്. അവിടെ പ്രവർത്തിച്ചത് അച്ഛൻ പ്രവർത്തിച്ചല്ല, അവർ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ കർത്താവിൻ്റെ കൃപ അവരിലേക്ക് ഒഴുകപ്പെട്ടപ്പോൾ അവരെല്ലാം കർത്താവിനെ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിനെ വിളിച്ചു. അതിന് കാരണം വിശ്വാസമാണ്. നീ വിശ്വസിക്കുക, സംശയം നിനക്ക് പറയാൻ പറ്റുമോ? ഇത് നമ്മളിവിടെ വളരെ വിശുദ്ധ പുണ്യഭൂമിയിൽ നമ്മൾക്ക് ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകളുടെ പക്ഷേ ഈ ആലയത്തിൽ വന്നിട്ടുണ്ടാവും. എല്ലാ തലമുറകൾക്ക് ലോകം മുഴുവൻ അറിയാവുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. ഇത്ര വിശുദ്ധ സ്ഥലത്താണ് നമ്മളിവിടേക്ക് നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ? അനേക ദൂരെ ആളുകൾ ഈ ആലയത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ? അനുഗ്രഹങ്ങൾ വാരിക്കെടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? എന്തെല്ലാം സൗഖ്യങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന നീ ഇത് അനുഭവിച്ചിട്ടുണ്ടോ? നീ ഇവിടെ തൊട്ടനുഭവിച്ച് അനുഭവിച്ച് സ്വന്തമാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന് കുറ്റക്കാരൻ നീ തന്നെയല്ലേ? അതിൻ്റെ കുറ്റക്കാരൻ നീയല്ലേ? നീ പ്രതിയല്ലേ? 1-ാം പ്രതിയല്ലേ? നീ അനുദപിക്കണ്ടേ? നീ പശ്ചാത്തപിക്കണ്ടേ? കർത്താവിനെ വിളിക്കണ്ടേ? എവിടെയാണ് നിനക്ക് കുറവറ്റിയത്? നിൻ്റെ വിശ്വാസത്തിൻ്റെ തകർച്ചയല്ലേ? കുടുംബ തകർച്ചയല്ലേ? നിൻ്റെ അഹങ്കാരമല്ലേ? ചിലപ്പോൾ ഇത് അഹങ്കാരം, വിശ്വാസം നഷ്ടപ്പെടും അഹങ്കാരം കൊണ്ട്. ജെറമ്യ 50:31 പറയും, അഹങ്കാരി ഞാൻ നിനക്ക് എതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. അഹങ്കാരം. അതുകൊണ്ടാണല്ലോ ഈ 3 രാജാക്കന്മാർ, അല്ല 3 ജ്ഞാനികൾ, 3 രാജാക്കന്മാർ എന്ന് പറയും, 3 ജ്ഞാനികൾ നമുക്കറിയാം. ഫറവോയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഹെറോദോസിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹെറോദോസ് അവനും അറിഞ്ഞു, ഈശോയെക്കുറിച്ച് അറിഞ്ഞു. ഈശോ ബെത്ലഹേമിൽ ജനിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അവനത് വിശ്വസിക്കുകയല്ല, അവൻ വേറെ രീതിയിലാണ് എടുക്കുന്നത്. അതിനെ മുഴുവൻ അവൻ വേറെ രീതിയിൽ, എൻ്റെ അധികാരം നഷ്ടപ്പെടും, എൻ്റെ വലിപ്പം, അതുകൊണ്ട് യേശു അത് വേണ്ട, ഞാൻ ചെറുതാണ്, ഈശോ ദൈവം ചെറുതാണ്, ഞാനാണ് വലുത്, ഐ ആം സംതിങ്. അതുകൊണ്ട് അവൻ നേരെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മളൊക്കെ ഈ ഹെറോദോസിൻ്റെ മനോഭാവത്തിൻ്റെ ബന്ധനത്തിലായിരിക്കും. ആ ഹെറോദോസിൻ്റെ പിശാച് കയറിയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ, നമ്മുടെ സഭാസമൂഹങ്ങൾക്ക് ഒത്തിരി ഉണ്ടെന്ന്. അവർ യേശുവിനെ കൊല്ലാൻ നടക്കുക, സഭയെ തീർക്കാൻ വേണ്ടി നടക്കുക, പരിശുദ്ധ അമ്മയെ തീർക്കാൻ വേണ്ടി, വിശ്വാസം തീർക്കാൻ വേണ്ടി, സഭയുടെ വിശ്വാസത്തെ നശിപ്പിക്കാൻ നടക്കുകയാണ്. അതല്ല ഹെറോദോസിൻ്റെ മക്കളാണ്. അങ്ങനെയുള്ള ആരും ഈ ദേശത്തുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കരം എടുത്തപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നോക്കിയ 3 ജ്ഞാനികൾ, ശരിക്കുള്ള ജ്ഞാനം അതാണ്. ആ ജ്ഞാനികൾ പോകുന്ന ബെത്ലഹേമിലേക്ക് പോവുക, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഉണ്ണിമിശയെ കണ്ടിട്ട് പൊന്നും മീറയും കുന്തിരിക്കൊക്കെ കാഴ്ച വെക്കുമ്പോൾ അവരുടെ ജീവിതം മുഴുവൻ കൊടുക്കുക, മുഴുവൻ സമ്പൂർണ്ണ സമർപ്പണം. അവർ താന്നു നിൽക്കുകയാണ്, ഈശോയുടെ മുമ്പിൽ താന്നു നിൽക്കുക, പരിശുദ്ധയുടെ മുമ്പിൽ താന്നു നിൽക്കുക. അതാണ് വിശ്വാസി. എപ്പോഴും ദൈവിക രഹസ്യങ്ങളുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്നവനാണവൻ, അംഗീകരിക്കുന്നവൻ, അക്സെപ്റ്റ് ചെയ്ത് സ്വീകരിക്കുന്നവൻ, വിശ്വസിക്കുന്നവൻ. അത് നമ്മൾ മാറിപ്പോയിക്കൊണ്ട് നമ്മുടെയൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു, ചിലർക്ക് ഡോക്ടറായി, എഞ്ചിനീയറായി, വലിയ ബിസിനസ്സുകാരനായി. പക്ഷേ അവൻ വിശ്വാസം പോയി. അവൻ ഹെറോദോസിൻ്റെ മക്കളുടെ രൂപത്തിൽപ്പെട്ടെ, അല്ലാതെ ആ 3 ജ്ഞാനികളുടെ മക്കളായിട്ടല്ല നിൽക്കുന്നത്. 3 ജ്ഞാനികളുടെ മക്കൾ, അതാണ് നമുക്കൊന്ന് മാറ്റി ചിലവുണ്ട് മാറിക്കൊണ്ടിരിക്കുക. അതാണ് പാപം കയറി, ബുദ്ധിയിൽ അന്ധകാരം കയറി. അവിടെ ക്രിസ്ത്യനെ അനുഭവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, നമുക്ക് എളുപ്പപ്പെടാം, നന്നായിട്ട് എളുപ്പപ്പെടാം. സർവോടതി പറഞ്ഞേ ഹല്ലേലൂയ.
പ്രഭാഷകന്റെ പുസ്തകം 3:18-19. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് കണ്ടത്. അപ്പം ഈ കൃപ കിട്ടും. അഹംഭാവം, ഞാൻ എൻ്റെ ബുദ്ധിയാണ് ശരി, ഞാൻ യുക്തിവാദി, നിരീശ്വരവാദി, ഞാൻ ശരി, നീ അല്ല ശരി, ദൈവവചനമാണ് ശരിയെന്ന് നീ പറയണം. ഞാനല്ല ശരി, സുവിശേഷം ഈശോ അവൻ്റെ വചനമാണ് സത്യമെന്ന് കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. വിശ്വാസി ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, വിശ്വാസം കുറഞ്ഞവൻ ബുദ്ധിയെയും ലോകത്തിന്റെ പഠനങ്ങളെയും സയൻസുകളെയും മുറുകെ പിടിച്ചുകൊണ്ട് പോകുകയെ. നീ ഏതിനെ മുറുകെ പിടിച്ചിരിക്കുന്നു? കൈയടിച്ച് കർത്താവ് പറഞ്ഞേ, പോരെ പോരെ പോരെ, ഉച്ചത്തില് ഒറ്റ വിളി, ഹല്ലേലൂയ. രണ്ട് കാര്യം എടുത്ത് പറഞ്ഞേ, ഹല്ലേലൂയ. കട്ടാടിയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദന അഭിഷേകവും നേടിയെടുക്കുന്നത് വിശ്വാസത്തിൻ്റെ. വിശുദ്ധി ഇല്ലാത്തൊരു വ്യക്തി ഇവിടെ ഇപ്പോൾ നോക്കൂ, മാരകമായിട്ട് പാപത്തിൽ. എൻ്റെ അച്ഛാ എനിക്ക് വിശുദ്ധി വേണം, അവൻ യേശുവിൽ വിശ്വസിക്കുക, യേശുത്തരും ഈശോയെ ഞാൻ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക, ആ ഹൃദയം കൊണ്ട് ആരാധിക്കുക. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ അവൻ്റെ മേൽ വിശുദ്ധിയുടെ ആത്മാവ് അങ്ങ് ഇറങ്ങും. വിശുദ്ധിയുടെ ആത്മാവ് ഇറക്കുമ്പോൾ പിന്നെ അവന് പാപം ചെയ്യാൻ പറ്റിയല്ല. കൃപയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടായ്മ ഒരാൾ നിരാശയുടെ മകനായിട്ടിരിക്കുക. ആ വ്യക്തി പറഞ്ഞു, എൻ്റെ ഈശോയെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിന്നെ സഹായിക്കണം, എനിക്ക് വിശ്വാസം, ഞാൻ നിരാശ തകർന്നു, എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ മക്കൾ തകർന്നു, എൻ്റെ ഭാര്യ തകർന്നു, ഭർത്താവ് തകർന്നു, കുടുംബം മുഴുവൻ തീർന്നു, ഇനി ഒരു വഴിയില്ല, ഇങ്ങനെ നിരാശ. ഈശോ പക്ഷേ നീ ഉണ്ട്, നീ ജീവിക്കും, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, നീ ജീവിക്കുന്നത്, നീ കർത്താവാ. അത് ആത്മാർത്ഥമായിട്ട്, ആരും കേൾപ്പിക്കാനല്ല, നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിപ്പിക്കുന്നു. ചിലർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പ്രാർത്ഥിക്കും, സ്തുതിക്കും, പാട്ടൊക്കെ പാടും. അതൊന്നും കാര്യമില്ല. ഉള്ളിലുള്ള ഫെയ്ത്താണ് പ്രധാനപ്പെട്ടത്. അതിന് വലിയ ഭംഗിയുടെ പൗലോസ്ലീഹയുടെ വചനത്തിൻ്റെ വൃത്തിയുണ്ട്. പൗലോസ്ലീഹ സുവിശേഷം പ്രസംഗിക്കുമ്പോഴേ സ്ഥിരപ്പെടുത്തി പറഞ്ഞേ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 2:3-4 വചനമുണ്ട്. അതായത്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിപ്പിക്കുന്നൊരു നാളുകളാണല്ലോ ഈ നാളുകളെ. എല്ലാം വിജ്ഞാനം കൊണ്ട്, നോളജ് അതുപയോഗിച്ച് വശീകരിക്കുന്ന. അതുകൊണ്ട് എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ ആയിരുന്നു. സർവ്വോടതി പറഞ്ഞ ഹല്ലേലൂയ. പൗലോസ്ലീഹയോട് വലിയ അവൻ പറയുന്നുണ്ട്, സുവിശേഷം ഒരുത്തന് 2ാം നിലയിൽ താഴെ വീണ് ഉറങ്ങി തൂടുക്കി താഴെ വീണ്. നമ്മൾ വലിയ പ്രസംഗങ്ങൾ ശൈലിയൊന്നുമില്ല, പൗലോസ്ലീഹങ്ങൾ പറഞ്ഞ ശൈലിയൊന്നുമില്ല. പക്ഷേ അഭിഷേകമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വാസമാണ്, സംശയമില്ലാത്ത ഫെയ്ത്താണ്. അതാണ് വേണ്ട. അതിലൂടെയാണ് കൃപ ഒഴുകുന്നത്. അല്ലാണ്ട് ഭാഗ്യമായി കാണിക്കുന്ന കലാപരിപാടിയിലൂടെ അല്ല കൃപ ഒഴുകുന്നത്. അത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള സംശയമില്ലാത്ത കർത്താവിനോടുള്ളൊരു ബന്ധമുണ്ടല്ലോ. ഈശോ ഉത്ഥിതനുമായിട്ട് 2000 വർഷം മുമ്പ് ഭൂമി നമുക്കറിയാം മനുഷ്യനെ അവതരിച്ച് ഈശോ കുറിച്ച് നമുക്ക് വേണ്ടി മരിച്ചു, ഉത്ഥാനം ചെയ്തു. അവൻ സഭയിൽ നിന്ന് ജീവിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അതറിഞ്ഞ് അനുഭവിച്ച് അത് കൂടെയുള്ള യാത്രയുണ്ടല്ലോ. പരിശുദ്ധ കുർബാന, ബലിയർപ്പണം, ബലിയൊക്കെ നടക്കുമ്പോൾ സമയത്ത് നടക്കുന്നത്, ദിവ്യപൂജ നടക്കുന്ന സമയത്തൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ജീവനോട് ആ ഒരു ബന്ധം, ആ ഫെയ്ത്ത് ഉണ്ടല്ലോ, ആ സംശയമില്ലാത്ത വിശ്വാസം. അത് കിട്ടിയ കൃപ ഇങ്ങനെ എപ്പോഴും നിനക്ക് ലഭിച്ചു കൊണ്ടിരിക്കും. ശ്രമോടത്തെ പറഞ്ഞ ഹല്ലേലൂയ. എവിടെ ഇരുന്നാലും അവിടെ അഭിഷേകത്തിലേക്ക് ഒഴുകപ്പെട്ടുകൊണ്ടിരിക്കും. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ, പര സർവ്വ ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്തീന പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കാരുണ്യം അത് കോരിയെടുക്കുന്ന പാത്രം. അതായത് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്ന ആ പാത്രം എന്ന് പറയും. ഈ കരുണ അല്ല കൃപ അത് കോരിയെടുക്കുന്ന പാത്രം ഏത് പറഞ്ഞു? വിശ്വാസമാകുന്ന പാത്രം. ഈ വിശ്വാസമുണ്ടെങ്കിൽ ഈ കരുണ കോരി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഇതെല്ലാം ബുദ്ധിയിൽ അന്ധകാരം. 2 കൊരിന്ത്യർ 4:4 സ്പിരിറ്റാണ് ലോകത്തെ മുഴുവൻ ബന്ധിച്ചിട്ടിരിക്കുക, മൊത്തം ബന്ധിച്ചിട്ടിരിക്കുക. അതായത് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവിടെ ബുദ്ധിയെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. എഫെസോസ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 18, 19, 18 ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ.
വിശ്വാസം പോയാൽ പിന്നെ സകല അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകും. അത് മദ്യപാനാകാം, പുകവലിയാകാം, കഞ്ചാവാകാം, വ്യഭിചാരമാകാം, സ്വർഗൃതിയാകാം, ബ്ലൂ ഫിലിമുകളാകാം, കുടുംബ വഴക്കാകാം, വെറുപ്പാകാം, പണക്കൊതിയാകാം, കള്ളത്തരമാകാം, അക്രമമാകാം, ആവേശത്തോടെ മുഴുകുക. കാണിച്ചാൽ കൃപ പോയാൽ പിന്നെ ഉണ്ടല്ലോ ശരീരത്തിൻ്റെ പ്രവണത പിന്നെ നമ്മൾ പിടിച്ചാൽ നിൽക്കില്ല. നമ്മൾ ആര് പിടിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണതകളെ ബുദ്ധി കൊണ്ടൊന്നും അറസ്റ്റ് ചെയ്യാൻ നിർത്താൻ പറ്റത്തില്ലത്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് 1 കൊരിന്ത്യർ 15:10 പറയും, പൗലോസ് പറയും, ഞാൻ എന്തായിരിക്കും ദൈവത്തിൻ്റെ കൃപയാല, ഞാൻ എന്തായിരിക്കും ദൈവത്തിൻ്റെ കൃപയാല. ദൈവം എൻ്റെ മേച്ചൊരു കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല അധ്വാനിച്ചു, കൃപയാണ്. അപ്പോൾ ഈ കൃപ കിട്ടാൻ കാരണം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്. ബൈബിളിലെ ഏറ്റവും വലിയ വചനം എന്നപോലെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന 10,000-കണക്കിന് പ്രാവശ്യം ഞാൻ പറയുന്നൊരു വചനമുണ്ട്. ലൂക്കാസ് സുവിശേഷം 1:44-45. വിശുദ്ധ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വചനം. അതായത് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം അരുളി ചെയ്ത വചനങ്ങള്, ദൈവവചനം, മാലാഖയിലൂടെ വന്ന വചനം, ഗബ്രിയേൽ ദൂതനോട് വന്ന ദൈവവചനം, അത് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അതാണ് എളിമ, അതാണ് വിശുദ്ധി, അതാണ് കൃപ. അതത്രയും വളരണം നമ്മൾ. അതാണ് പരിശുദ്ധ ദൈവവചനങ്ങൾ സംശയിച്ചവളല്ല ഭാഗ്യവതി, വിശ്വസിച്ചവളാ ഭാഗ്യവതി. ദൈവവചനത്തെ സംശയിക്കുന്നവന് ഭാഗ്യങ്ങൾ നഷ്ടപ്പെടും, വരങ്ങൾ കിട്ടില്ല, കൃപ കിട്ടില്ല, ദൈവമഹത്വം കാണാൻ പറ്റില്ല, ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ പറ്റില്ല. അവൻ ബന്ധനത്തിൽ നിന്ന് ബന്ധനത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ, അല്ല ദൈവത്തിൻ്റെ വചനം സംശയിച്ചവളല്ല. സംശയിക്കുന്നവർക്ക് അത് ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റില്ലെന്നേ, കൃപ അനുഭവിക്കാൻ പറ്റില്ലെന്നേ. കൂടുതൽ നിട്ടും കാര്യമൊന്നുമില്ല. ഈ സംശയത്തിൻ്റെ ഒരു ഡൗട്ട്ഫുൾ നേച്ചർ, അതാണ് ലോകത്തെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്. അതുകൊണ്ട് കർത്താവിൻ്റെ മഹത്വം, അത് നമ്മൾ കുറ്റം പറച്ചിൽ കേൾക്കാനും വാട്സപ്പും ഫേസ്ബുക്കിനകത്തൊക്കെ പെട്ടുപോകുമ്പോൾ ഉണ്ടല്ലോ, സംശയാരൂപി വിതയ്ക്കുകയാണ്. ഇത് ലോകത്തൊത്തിരി മക്കൾ സംശയാരൂപികൾ വിതയ്ക്കുന്ന ആൾ ലോകം മുഴുവനുണ്ട്. അവർ പിശാചിന്റെ സന്തതികളാ. ദൈവം അരുളി ചെയ്ത കാര്യങ്ങള് വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് വേണ്ടത്. നമുക്ക് എളിമപ്പെടാം. വിശ്വാസം കിട്ടുന്ന എളിമയിലൂടെയാ. എളിമയില്ലാത്തതിന് വിശ്വാസം ഉണ്ടാകുക. അതാണ് ലൂക്കാസ് സുവിശേഷം 5:8-10 വരെയുള്ള വചനം വായിക്കുമ്പോൾ, അത്ഭുതകരമായി മത്സ്യബന്ധനം നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് ഓടി വന്നിട്ട് കർത്താവിൻ്റെ പാദത്തിങ്കിൽ സാഷ്ടാംഗം വീണിട്ട്, കർത്താവേ ഞാൻ പാപിയാണേ, എന്നെ നീ അകന്നു പോകണേ, എനിക്ക് യോഗ്യതയൊന്നുമില്ല, നീ പോ, എനിക്ക് പറ്റില്ല, ഞാൻ പാപിയാ, ഐ ആം എ സിന്നർ, ഓ ലോർഡ് ഐ ആം എ സിന്നർ. ആ ഒരു ബോധ്യമുണ്ട്, പാപിയാണെന്നുള്ള ബോധ്യം. അത് എളിമയുള്ളതുകൊണ്ട് നമ്മൾ പറയുമല്ലോ, നാം വിശുദ്ധനാണെന്നാണല്ലോ ഞാനും നിങ്ങളൊക്കെ പറയുന്നത്. ഞാനെല്ലാം, ഐ ആം എവറിത്തിങ്, ഐ ആം പെർഫെക്റ്റ്, ഞാൻ ഓക്കെയാണ്. ഞാൻ പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നില്ലേ, ദശാംശം കൊടുക്കുന്നില്ലേ, ഞാൻ എല്ലാ ദിവസവും 4 വട്ടം പള്ളിയിൽ കയറുന്നില്ലേ, ഞാൻ കൊന്ത ചെല്ലുന്നില്ല, അത് പിന്നെ വാട്ട് ഇസ് ദ പ്രോബ്ലം, ഞാൻ കുമ്പസാരിക്കുന്നൊക്കെ അല്ല, ഐ എം ഫൈനാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല പത്രോസ്, ഞാൻ പാപിയാണ്, ഐ എം എ സിന്നർ, ഓ ലോർഡ്, ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണേ, എൻ്റെ അടുത്ത് നിൽക്കരുത്, നീ പോ. അതാണ് എളിമ. ആ എളിമയുള്ള അത്ര വിശ്വാസമായി നോക്കി. അവിടെ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ അത്ഭുതകരമായ മത്സ്യബന്ധനം കണ്ടെങ്കിലും കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത് പത്രോസ് മാത്രം. അതിന് കാരണം അവന് മാത്രമേ അവിടെ എളിമയുള്ളൂ. എളിമയുള്ളവന് മാത്രമേ അത്ഭുതങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുകയുള്ളേ. മറ്റുള്ളവർ അത്ഭുതം കാണും, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തെ കാണില്ല. ആ ദൈവ സാന്നിധ്യങ്ങൾ, ആ കരം കാണാം. കണ്ടു മത്സ്യം, വല നിറച്ച് മത്സ്യം നിറഞ്ഞത് കണ്ടു. പക്ഷേ അവരെല്ലാം മത്സ്യത്തിൻ്റെ പുറകെ പോവുകയാണ്, വള്ളം നിറച്ചവർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരതാണ്. പക്ഷെ പത്രോസ് മത്സ്യത്തിൻ്റെ പുറകെയോ ആ വള്ളത്തിൻ്റെ പിന്നാലെയോ അല്ല പോകുന്നത്. അവൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ്. അത്ഭുതങ്ങളുടെ പിന്നാലെ അല്ല അവൻ പോകുന്നത്, അത്ഭുതങ്ങളുടെ എല്ലാം ഉറവയായ ക്രിസ്തു. അത് കാണാൻ അവന് ഭാഗ്യം കിട്ടിയത് അവൻ്റെ എളിമയുണ്ട്. ശരിക്കും
ശരിക്കുള്ള എളിമയതാ. ശരിക്കുള്ള എളിമയുള്ളവൻ ദൈവത്തിലേക്ക് പോവേ. അല്ലാത്തവൻ വസ്തു അല്ലെ ധ്യാനം കൂടുമ്പം ലക്ഷ്യം വെക്കുന്നത് എൻ്റെ വള്ളം നിറച്ച് മത്സ്യം ഉണ്ടാകണം, അല്ല എൻ്റെ ബിസിനസ് വളരണം, എൻ്റെ വിദ്യാഭ്യാസം കൂട്ടണം. അതാണ് അതിനുവേണ്ടി അത് അതിൻ്റെ പുറകെ അത് കിട്ടുമ്പോൾ അത് എടുത്തുകൊണ്ട് അത് ആസ്വദിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ പത്രോസ് അതെല്ലാം ഉപേക്ഷിച്ചിട്ടത് വള്ളവും വലയും ഉപേക്ഷിച്ച് അവൻ കർത്താവിൻ്റെ പിന്നാലെ പോകുക. കാരണം അവൻ എളിമയൊന്നിലേക്ക് കൃപയൊടുക. കർത്താവ് അവനായിട്ടൊരു ബന്ധമായി. അവിടെ എന്താ കർത്താവിൻ്റെ പിന്നാലെ പോകണം, ഒരു ഫ്രണ്ട്ഷിപ്പായി, ഒരു ഇൻറ്റിമസിയായി, ഒരു ബന്ധമായി. ആ ബന്ധം വലിച്ചുകൊണ്ട് പോവുകയാണ് അവനെ. ആ കൃപ അവനെ വലിച്ചുകൊണ്ട് പോവുകയാണ്, അവനെ എടുത്തുകൊണ്ട് പോവുക. അത് അവനിലേക്ക് മാത്രം ഒഴുകാൻ കാരണം അവൻ അഹങ്കാരമില്ല. ആരാധിക്കുന്ന ഈശോയെ, മാലാഖമാരുടെ വിശുദ്ധരോട് ചേർന്ന് പുണ്യവാന്മാരോട് ചേർന്ന് ദൈവജനത്തോട് നിൻമുഖമൻ ഹൃദയത്തിലാ മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. മാധുര്യമാ നിൻമൊഴികൾ തണുപ്പിക്കുന്നൻ ഹൃദയം. ഈശോയേ ആരാധ്യൻ യേശുവരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻ മുഖമൻ ഹൃദയത്തിൽ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ വസിക്കുന്നു. പാപിനിയെ പോലെ ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ് എല്ലാ കെട്ടുകളും ബന്ധനങ്ങൾ ഇപ്പൊ തന്നെ അടിയട്ടെ, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ഹൃദയത്തെ എല്ലാ കെട്ടുകളും അടിയട്ടെ. ഒറ്റ വിളിശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഓരോ മക്കളുടെ മേലുള്ള അന്ധകാരം മാറട്ടെ, പ്രകാശമുണ്ടാകട്ടെ. അഭിഷേകത്തോടെ സ്തുതിക്കുന്നു.